ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാകർമ്മമായ നമസ്കാരം. ആ നമസ്കാരത്തിൽ വിശ്വാസികൾ കഅബയുടെ ദിശയിലേക്കാണ് ഭൂമിയുടെ ഏത് ഭാഗത്തു നിന്നും തിരിഞ്ഞു നിൽക്കേണ്ടത്. ഇതാണ് സാങ്കേതികമായി ഖിബ്ല എന്നറിയപ്പെടുന്നത്. ഇസ്ലാമിലെ നിർബന്ധ പഞ്ചകർമ്മങ്ങളിലൊന്നായ ഹജ്ജ് കർമ്മം. ആ ഹജ്ജ് കർമ്മം കഅബയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അനുഷ്ഠാനങ്ങളാണ്. കഅബ ഭൂമിയിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ ആരാധിക്കുവാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ആരാധനാലയമാണ്, ഭവനമാണ്. മക്കയുടെ വിശുദ്ധി ഇസ്ലാമിക അധ്യാപനങ്ങൾ പ്രകാരം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടുകൂടി ഉണ്ടായതല്ല. ഭൂമിയിലെ ഒരു വിശുദ്ധ പ്രദേശമായി അള്ളാഹു തുടക്കം മുതലേ നിശ്ചയിച്ച ഒരു പ്രദേശമാണ് മക്ക. ആ മക്കയിൽ മാനവ ചരിത്രത്തിൻ്റെ നന്നേ തുടക്കത്തിൽ തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയുള്ള, ഒരുപക്ഷെ ഇന്നത്തെ ഭാഷയിൽ നമ്മൾക്ക് പള്ളി എന്നൊക്കെ പറയാവുന്ന, അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആരാധനാ മന്ദിരമാണ് കഅബ. പണ്ഡിതന്മാരുടെ പൊതുവായ വീക്ഷണപ്രകാരം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ, ആദ്യത്തെ മനുഷ്യൻ്റെ കാലഘട്ടത്തിൽ തന്നെ മക്കയിൽ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഈ സ്ഥാനം നിശ്ചയിക്കപ്പെടുകയും അവിടെ ഇങ്ങനെയൊരു ഭവനം നിർമ്മിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതേപോലെ ഒരു ഭവനം അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയുള്ള ഒരു നിശ്ചിത സ്ഥാനം ഫിലസ്തീനിലും ഉണ്ടായിരുന്നു എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ കഅബയെപ്പോലെ തന്നെ ഒരു വിശുദ്ധ ഗേഹമായി പരിചയപ്പെടുത്തപ്പെടുന്ന ആരാധനാ മന്ദിരമാണ് ബൈത്തുൽ മഖ്ദിസ്. ഇത് ഫിലസ്തീനിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് തന്നെ നിർമ്മിക്കപ്പെട്ടത് ആണ് എന്നാണ് പണ്ഡിതന്മാരുടെ പൊതുവായ വീക്ഷണം. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം മക്കയിലെ കഅബയും രണ്ടാമതായി നിർമ്മിക്കപ്പെട്ട ഭവനം ഫിലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസുമാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി പ്രബലമായ ഒരു നിവേദനത്തിൽ കാണാം. കഅബയും ബൈത്തുൽ മഖ്ദിസും തമ്മിൽ നിർമ്മാണത്തിനിടയിലുണ്ടായ കാലവിളംബം എന്ന് പറയുന്നത് 40 വർഷമാണ്. ഇത് രണ്ടും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ പ്രദേശങ്ങളാണ്, ഇസ്ലാമികമായി പ്രാധാന്യമുള്ള ആരാധനാ കേന്ദ്രങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രവുമായി കെട്ടുപിണഞ്ഞാണ് കഅബ നിൽക്കുന്നത്. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അബ്രഹാം പ്രവാചകനും ഇസ്മായിൽ പ്രവാചകനും ചരിത്രത്തിൽ പിൽക്കാലത്ത് മക്കയിലെത്തിപ്പെട്ടപ്പോൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന കഅബയുടെ സ്ഥാനത്ത് മാനവ ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിരുന്ന ഭവനം, ആ ഭവനം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും മക്കയിലെത്തുമ്പോൾ അവിടെ ഇല്ലായിരുന്നു. ആ ഭവനത്തിൻ്റെ സ്ഥാനത്ത് അള്ളാഹു ആ ഭവനം എവിടെയായിരുന്നു എന്നവർക്ക് അറിയിച്ചു കൊടുത്തതിൻ്റെ ഫലമായി അവർ ഒരിക്കൽ കൂടി അവിടെ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഒരു മന്ദിരം ഉണ്ടാക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്തതി പരമ്പരകൾ മക്കയിൽ താമസിക്കാൻ ആരംഭിച്ചതോടുകൂടി അവർ കഅബയുടെ പരിപാലനം ഏറ്റെടുക്കുകയും കഅബയിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഈ മന്ദിരത്തിൽ തീർത്ഥയാത്ര നടത്തി എത്തണം എന്ന് വിളംബരം ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കയിൽ ഇസ്മായിലിൻ്റെ സന്തതി പരമ്പരകളുടെ നേതൃത്വത്തിൽ പരിപാലിക്കപ്പെട്ട കഅബയിലേക്ക് വർഷാവർഷം അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി നടന്നുകൊണ്ടിരുന്ന തീർത്ഥയാത്രയാണ് ഹജ്ജ്. പിൽക്കാലത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടമായപ്പോഴേക്കും ഹജ്ജിൽ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ബഹുദൈവാരാധനാപരമായ ചടങ്ങുകളുമെല്ലാം കടന്നുകൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവയെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിൽ നിരാകരിക്കുകയും നിരോധിക്കുകയും
യഥാർത്ഥ ഹജ്ജിനെ പുനഃസ്ഥാപിക്കുകയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച പരിശുദ്ധിയിലേക്ക് കഅബയെ വീണ്ടെടുക്കുകയുമാണ് ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ കഅബ പുനർനിർമ്മിച്ചതുപോലെ ഫിലസ്തീനിൽ ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്ന ആരാധനാലയം അത് പിൽക്കാലത്ത് പുനർനിർമ്മിച്ചതും അതിൻ്റെ പണി പൂർത്തീകരിച്ചതുമെല്ലാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയായിരുന്നു എന്നാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുള്ളത്. ബൈബിളിൽ വളരെ വ്യക്തമായി തന്നെ സോളമൻ പ്രവാചകൻ ഏറ്റവും മുന്തിയ പണിത്തരങ്ങളും പണിക്കാരെയും ഉപയോഗിച്ചുകൊണ്ട് അന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ രീതിയിൽ വളരെ സുന്ദരമായൊരു ഗേഹം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി സോളമൻ പ്രവാചകൻ ടെമ്പിൾ മൗണ്ടിൽ നിർമ്മിച്ചിരുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഇതാണ് യഹൂദ ചരിത്രത്തിൽ ഫസ്റ്റ് ടെമ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതാണ് പിൽക്കാലത്ത് ഈ ആരാധനാലയം നശിപ്പിക്കപ്പെട്ടു. അത് യഹൂദർ പുനർനിർമ്മിച്ചു. അങ്ങനെ പുനർനിർമ്മിച്ച ആരാധനാലയമാണ് സെക്കൻഡ് ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ നിർമ്മിക്കപ്പെട്ടപ്പോഴെല്ലാം യഹൂദർ അതിനെ വിളിച്ചിരുന്നത് പ്രവാചകൻ ഉപയോഗിച്ച വാക്കുപയോഗിച്ച് തന്നെയാണ്. ബൈത്തുൽ മഖ്ദിസ് എന്നതിനെ അവർ ബെയ്ത്ത് ഹാ മിക്ദാഷ് എന്നാണ് അവരുടെ ഭാഷയിൽ വിളിച്ചിരുന്നത്. അവിടെയാണ് അവരുടെ ആരാധനാ കർമ്മങ്ങൾ നടന്നിരുന്നത്. മോശെ പ്രവാചകന് കർത്താവ് നൽകി എന്ന് യഹൂദർ മനസ്സിലാക്കുന്ന 10 കൽപ്പനകൾ, ആ 10 കൽപ്പനകൾ എഴുതി നൽകി എന്നാണ് ബൈബിൾ പറയുന്നത്. ഇങ്ങനെ കർത്താവ് എഴുതി നൽകിയ പലകകൾ അത് സൂക്ഷിച്ചിരുന്ന പെട്ടി ഈ ബൈത്തുൽ മഖ്ദിസിലാണ് അവർ സൂക്ഷിച്ചിരുന്നത്. അവരുടെ ബലികർമ്മം നടന്നിരുന്നത് അവിടെയാണ്, എല്ലാം അവിടെയാണ്. എന്നാൽ പിൽക്കാലത്ത് റോമക്കാർ CE 70 അവർ ഫിലസ്തീൻ ആക്രമിച്ചപ്പോൾ, ജൂത കലാപകാരികളെ അമർച്ച ചെയ്യാൻ എന്ന പേരിൽ ഫിലസ്തീനിനെതിരിൽ യുദ്ധം നയിച്ചപ്പോൾ അവർ ബൈത്തുൽ മഖ്ദിസ് പൂർണ്ണമായി തകർക്കുകയാണ് ചെയ്തത്. അത് തകർത്ത ശേഷം അവിടെ ചപ്പുചവറുകളിട്ട് ആ സ്ഥലത്തെ വിസ്മൃതിയിലേക്ക് തള്ളി റോമക്കാർ. യഹൂദന്മാരാകട്ടെ ഫിലസ്തീനിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോവുകയും ചെയ്തു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ അദ്ദേഹം ഈ ചരിത്രത്തെ അള്ളാഹുവിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയും മുസ്ലിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾക്കുള്ള ആദ്യത്തെ കിബിലയായി ഈ ബൈത്തുൽ മഖ്ദിസിനെ നിശ്ചയിക്കുകയും ഇസ്രാ എന്ന അത്ഭുതകരമായ സംഭവത്തിലൂടെ അള്ളാഹു മുഹമ്മദ് നബിയെ മക്കയിൽ നിന്ന് ഫിലസ്തീനിലേക്ക് കൊണ്ടുപോയി ബൈത്തുൽ മഖ്ദിസ് നിലനിന്നിരുന്ന പ്രദേശത്തെ അദ്ദേഹത്തെ കാണിക്കുകയും എല്ലാം ചെയ്തതോടുകൂടിയാണ് വീണ്ടും വിശ്വാസികളുടെ ചർച്ചയുടെ കേന്ദ്രസ്ഥാനത്തേക്ക് ഫിലസ്തീനിലെ ഈ പുണ്യഗേഹം വരുന്നത്. മക്കയിലെ കഅബ ഒരു തീർത്ഥാടന കേന്ദ്രമായി നിശ്ചയിച്ചതുപോലെ തന്നെ ഫിലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യമുദ്ദേശിച്ച് യാത്ര ചെയ്യാവുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി നിശ്ചയിക്കുകയുണ്ടായി. പിൽക്കാലത്ത് ഫിലസ്തീൻ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അധീനതയിലായപ്പോൾ 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചു. ആ പള്ളിയാണ് ഇന്ന് ബൈത്തുൽ മഖ്ദിസ് അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സ എന്നൊക്കെ അറിയപ്പെടുന്നത്.